ലഹരി ഉപയോഗിച്ചുള്ള മോശം പെരുമാറ്റം സിനിമയിൽ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്ന് വിൻസി അലോഷ്യസ് ICCക്ക് മുന്നിൽ ഹാജരാകും. ഫിലിം ചേംബറിൽ നൽകിയ പരാതി പിൻവലിക്കില്ല. ചേംബറിനെതിരെ പറഞ്ഞത് തെറ്റിദ്ധാരണ കൊണ്ടെന്നും വിൻസി. പരാതി കൊടുക്കാൻ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പം സഹകരിക്കാൻ ഐ എം റെഡി. സിനിമയിൽ ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. ഐ സ്റ്റക്ക് ടു മൈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. പരാതിയായിട്ടേ മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, വിൻസിയുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി എല്ലാവരും കാതോർത്തുകൊണ്ടിരുന്നത്. വിൻസി അക്കാര്യത്തിൽ തന്റെ നിലപാട് ഉറപ്പിച്ചു പറയുകയാണ്. പരാതിയുടെ കാര്യത്തിൽ വിൻസി എന്താണ് ഇപ്പോൾ പറഞ്ഞത്? സ്വാതി, വിൻസിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു. സിനിമയിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്, സിനിമയ്ക്കുള്ളിലാണ് ആ മാറ്റം ഉണ്ടാകേണ്ടത് എന്നാണ് വിൻസി ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ നിയമപരമായ നടപടികളിലേക്ക് താൻ കടക്കില്ല. പക്ഷേ അന്വേഷണവുമായും പൂർണ്ണമായും സഹകരിക്കും. എന്നാൽ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇതിൽ നടപടി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് താൻ പ്രതീക്ഷിക്കുന്നതുമെന്നുമായിരുന്നു ഇപ്പോൾ വിൻസി അലോഷ്യസ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. സിനിമയ്ക്കുള്ളിൽ സിനിമയിൽ നിന്ന് തന്നെ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് വിൻസി അലോഷ്യസ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് തന്റെ നിലപാട് വ്യക്തമാക്കും. അവർക്ക് മുമ്പിൽ ഹാജരാകുമെന്ന് കൂടി വിൻസി അലോഷ്യസ് പറയുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ലഹരി ഉപയോഗം സിനിമയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് സിനിമയിൽ നിന്ന് തന്നെ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്, അല്ലാതെ നിയമപരമായ നടപടികളിലേക്ക് തൽക്കാലം കടക്കില്ല. പക്ഷേ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും വിൻസി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലാപാർവതിയുടെ അടക്കമുള്ള വിവാദ വിഷയങ്ങളിലേക്കൊന്നും താൻ ഇപ്പോൾ കടക്കുന്നില്ല. അത്തരം വിഷയങ്ങളിലൊന്നും താൻ ഒരു മറുപടിയും പറയുന്നില്ല എന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഫിലിം ചേംബറിനെതിരെയുള്ള അല്ലെങ്കിൽ സജി നന്ദ്യാട്ടടക്കമുള്ള ആളുകൾക്കെതിരെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത് തെറ്റിദ്ധാരണ മൂലമായിരുന്നു. അതിൽ ഖേദപ്രകടനം നടത്തുന്നതായും ഖേദം പ്രകടിപ്പിക്കുന്നതായും വിൻസി അലോഷ്യസ് പറയുന്നു. എന്തായാലും വിൻസി അലോഷ്യസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ പറഞ്ഞ ആ പരാതി ഒരിക്കലും പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. ആ പരാതി പിൻവലിക്കില്ല. അത്തരം നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് വിൻസി അലോഷ്യസ് ഉറപ്പിച്ചു പറയുന്നു. സിനിമയിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്, സിനിമയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകേണ്ടതുണ്ട്. അത് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ മാറ്റമുണ്ടാകണം. സംഘടന നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും വിൻസി അലോഷ്യസ് ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും നിലപാടിൽ മാറ്റമില്ല. നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് വിൻസി അലോഷ്യസ്. സ്വാതി, അതെ, അത് തന്നെയാണ് ശ്രീരാജ്. ലഹരി ഉപയോഗിച്ചുള്ള മോശം പെരുമാറ്റം സിനിമയിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാണ് വിൻസി അലോഷ്യസ് പറയുന്നത്. ICCക്ക് മുന്നിൽ ഹാജരാകും. ഫിലിം ചേംബറിൽ നൽകിയ പരാതി പിൻവലിക്കില്ല എന്നും വിൻസി പറയുന്നു.